രാഹുൽ മാങ്കൂട്ടത്തെ കിട്ടിയില്ലെങ്കിൽ രാഹുൽ ഈശ്വർ ആണെങ്കിലും മതി. രാഹുൽ മാങ്കൂട്ടം വിഷയത്തിൽ രാഹുലിനെ അനുകൂലിക്കുന്നവരുടെ വായടപ്പിക്കുന്നതിനു വേണ്ടി, അവരെ സഹായിക്കുന്നവരെ ഭയപ്പെടുത്തുന്നതിനു വേണ്ടി കേസുകളെടുത്ത് അവരെ ജയിലിൽ അടച്ചുകൊണ്ടിരിക്കുകയാണ്. രാഹുലിനെതിരെ പരാതി കൊടുത്ത ആ പരാതിക്കാരിയുടെ ഐഡന്റിറ്റി വെളിപ്പെടുത്തി എന്ന പേരിൽ ഇന്നലെ രാത്രി രാഹുൽ ഈശ്വർക്കെതിരെ പോലീസ് കേസ് രജിസ്റ്റർ ചെയ്യുകയും ഇന്ന് തിരുവനന്തപുരം ജില്ലാ കോടതി അദ്ദേഹത്തിൻ്റെ ആ ജാമ്യ ഹർജി തള്ളിക്കളഞ്ഞുകൊണ്ട് അദ്ദേഹത്തെ 14 ദിവസത്തേക്ക് റിമാൻഡ് ചെയ്തിരിക്കുകയാണ്. ഡിസംബർ 15 വരെ അദ്ദേഹത്തെ തിരുവനന്തപുരം പൂജപ്പുര ജില്ലാ ജയിലിലേക്ക് അയച്ചിരിക്കുകയാണ്. നമുക്കറിയാം, രാഹുൽ ഇപ്പോൾ തിരുവനന്തപുരം സെഷൻസ് കോടതിയിൽ ജാമ്യാപേക്ഷ സമർപ്പിച്ചിരിക്കുകയാണ്. ബുധനാഴ്ചയാണ് അദ്ദേഹത്തിൻ്റെ ആ ജാമ്യ ഹർജി പരിഗണിക്കുന്നത്. ഈ വിഷയം ആളിക്കത്തിച്ച് ലൈവായി നിർത്തണമെങ്കിൽ ഇതുപോലെയുള്ള നാടകങ്ങൾ അത്യന്താപേക്ഷിതമാണ്. അതുകൊണ്ടാണ് ഈ വിഷയം ലൈവായി കത്തിക്കുവാൻ എന്ത് ചെയ്യണമെന്ന് നോക്കിയിരിക്കുമ്പോഴാണ് ഒരു ചാനൽ ചർച്ചയിൽ രാഹുൽ ഈ പരാതിക്കാരിയുടെ അവരെ തിരിച്ചറിയാൻ ഉതകുന്ന തരത്തിലുള്ള വിവരങ്ങൾ പുറത്തുവിട്ടു എന്ന പേരിൽ ആ ചർച്ചയിൽ പങ്കെടുത്ത 4 പേർക്കെതിരെ ജാമ്യമില്ലാ വകുപ്പുകൾ ചേർത്ത് കേസ് രജിസ്റ്റർ ചെയ്തത്. അതിൽ 1-ാം പ്രതിയായിരുന്നു രാഹുൽ ഈശ്വർ. അതുപോലെ സന്ദീപ് വാര്യർ, മഹിളാ കോൺഗ്രസ് പത്തനംതിട്ട ജില്ലാ സെക്രട്ടറിയായ രജിത പുളിക്കൽ, ദീപ ജോസഫ് എന്നിവരാണ് മറ്റ് പ്രതികൾ. ഇതിൽ ഏറ്റവും കൂടുതൽ അപകടകാരി രാഹുൽ ഈശ്വറാണ്. അദ്ദേഹം പുറത്തു നിന്നാൽ ചാനൽ ചർച്ചകളിൽ പോയി രാഹുലിന് വേണ്ടി ശബ്ദിക്കും എന്നതുകൊണ്ടാണ് രാഹുലിനെ അറസ്റ്റ് ചെയ്ത് ഇപ്പോൾ 15 ദിവസത്തേക്ക് റിമാൻഡിൽ അയക്കുന്നത്. നമുക്കറിയാം, പിണറായി വിജയന് 3-ാം വട്ടവും തുടർഭരണം ഒരുക്കുവാൻ വേണ്ടി വി.ഡി. സതീശൻ എന്ന കേക്കച്ചൻ അദ്ദേഹം ആസൂത്രണം ചെയ്ത, അദ്ദേഹം തയ്യാറാക്കിയ ഒരു തിരക്കഥയനുസരിച്ചിട്ടാണ് ഈ കേസ് എന്ന് ഇവിടെ അരിഹാരം കഴിക്കുന്ന ആർക്കും മനസ്സിലാവും. ശബരിമല കൊള്ളയിൽ നിന്നും ശ്രദ്ധ തിരിക്കുവാൻ വേണ്ടി ഈ സമയത്ത് ഇപ്രകാരം ഒരു വിഷയം ഇട്ടുകൊടുത്തു കഴിഞ്ഞാൽ അത് ഇടത് സർക്കാർ എടുത്ത് കൈകാര്യം ചെയ്യുമെന്ന് മനസ്സിലാക്കി തന്നെ അവർക്ക് സഹായകരമായാണ് ഈ രാഹുൽ വിഷയം ഇപ്പോൾ ഈ വി.ഡി. സതീശൻ എന്ന് പറയുന്ന കേക്കച്ചൻ ഇട്ടുകൊടുത്തത്. അവരത് സമർത്ഥമായി ഉപയോഗിച്ച് വരികയായിരുന്നു. അങ്ങനെ ചുരുക്കി പറഞ്ഞാൽ ഏതാനും ദിവസങ്ങളായി ശബരിമല വിഷയത്തിൽ നിന്നും എല്ലാവരുടെയും ശ്രദ്ധ മാറി ഈ രാഹുലുമായി ബന്ധപ്പെട്ട വിഷയത്തിൽ ചുറ്റിപ്പറ്റി കറങ്ങുകയാണ്. നമുക്കറിയാം, രാഹുലിന് ഉറപ്പായും കോടതിയിൽ നിന്ന് നീതി ലഭിക്കും. കഴിഞ്ഞ ദിവസം ഏതാണ്ട് 9ഓളം തെളിവുകൾ മുദ്രവെച്ച കവറിൽ രാഹുൽ കോടതിയിൽ സമർപ്പിച്ചു. അതുകൂടാതെ കഴിഞ്ഞ ദിവസം രാഹുൽ മുദ്രവെച്ച കവറിൽ പെൻഡ്രൈവ് കൂടുതൽ തെളിവുകൾ കോടതിയിൽ സമർപ്പിച്ചിട്ടുണ്ട്. വാട്സാപ്പ് സ്റ്റാറ്റസ്, കൂടുതൽ ഫോട്ടോകൾ, #വാല്യൂ സർട്ടിഫിക്കറ്റ്, ശബ്ദരേഖകൾ, അങ്ങനെ ഇവയെല്ലാം മുദ്രവെച്ച കവറിൽ കൂടുതൽ തെളിവുകൾ രാഹുൽ കോടതിയിൽ സമർപ്പിച്ചു കഴിഞ്ഞു. യാതൊരു കാരണവശാലും രാഹുലിനെതിരെ ബലാത്സംഗം, ആ റേപ്പ് കേസ്, ആ ഇട്ട വകുപ്പുകൾ നിൽക്കില്ല എന്ന് ഉറപ്പുള്ളത് കൊണ്ടാണ് ഈ വിഷയത്തെ പരമാവധി ആളിക്കത്തിച്ച്, ഒക്കുമെങ്കിൽ തദ്ദേശ തെരഞ്ഞെടുപ്പിന്റെ തലേദിവസം വരെ ഈ വിഷയം ആളിക്കത്തിച്ച് കൊണ്ടുപോകാൻ ഇവർ ശ്രമിച്ചു കൊണ്ടിരിക്കുന്നത്. എന്തായാലും ബുധനാഴ്ച നമുക്കറിയാം രാഹുൽ വിഷയത്തിൽ എന്തായിരിക്കും തീരുമാനമെടുക്കുന്നത് എന്ന്. രാഹുലുമായി ബന്ധപ്പെട്ട ഈ വിഷയത്തിൽ കേരളത്തിലെ സകല മാധ്യമങ്ങളും സംഘം ചേർന്ന് രാഹുലിനെ വേട്ടയാടിക്കൊണ്ടിരിക്കുന്ന കാഴ്ചയാണ് നമുക്ക് കാണുവാൻ സാധിക്കുന്നത്. ITV ന്യൂസ് തുടക്കം മുതൽ തന്നെ പറയുന്നു, ഇത് ഈ വി.ഡി. സതീശൻ ആസൂത്രണം ചെയ്ത് ഭരണകൂടം അതിൻ്റെ തിരക്കഥ നിർവഹിച്ച് അതിൻ്റെ എക്സിക്യൂഷൻ നിർവഹിക്കുന്ന ഒരു കലാപരിപാടിയാണ് എന്ന്. എത്ര സമർത്ഥമായാണ് ഈ വിഷയം വെച്ച് തങ്ങളുടെ ഭരണ പരാജയം മറയ്ക്കുന്നത് എന്ന് ജനങ്ങൾ മനസ്സിലാക്കണം.
ഈ അവസരത്തിൽ ഇതുപോലെ ഒരു അവസരം ഉണ്ടാക്കി കൊടുത്തത് കോൺഗ്രസ്സുകാരാണ്. ഉണ്ണിത്താനെ പോലെയുള്ളവന്മാർ കഴിഞ്ഞ ദിവസം നിന്ന് രാഹുലിനെതിരെ പറയുന്നതും അതുപോലെ ഭീഷണിപ്പെടുത്തുന്നതും നമ്മൾ കേട്ടതാണ്. എന്നെ പ്രകോപിപ്പിച്ചാൽ ഞാൻ കൂടുതൽ ഇത്തരം വിഷയങ്ങൾ പുറത്തുവിടുമെന്ന് പറയുമ്പോൾ മനസ്സിലാക്കുക ഈ പ്രസ്ഥാനം എവിടെ പോയി നിൽക്കുന്നു എന്ന്. അതുകൊണ്ട് രാഹുലിന് നീതി തേടി ITV ന്യൂസ് ആരംഭിച്ച മിഷൻ 250യുടെ 49ാം ദിവസമാണ് ഇന്ന്. ആ 49ാം ദിവസം രാഹുൽ ഇപ്പോൾ ഒളിവിലാണ്. കാരണം രാഹുലിനെതിരെ ആ പരാതിക്കാരിയെ ഇറക്കി ഇപ്പോൾ പരാതി കൊടുത്തിരിക്കുകയാണ്. അതിൻ്റെ അടിസ്ഥാനത്തിൽ അദ്ദേഹത്തിനെതിരെ ജാമ്യമില്ലാ വകുപ്പുകൾ ചേർത്ത് FIR രജിസ്റ്റർ ചെയ്ത സാഹചര്യത്തിലാണ് അദ്ദേഹം മാറി നിന്നത്. എന്നിട്ട് അദ്ദേഹം കോടതിയെ സമീപിച്ചു. കോടതിയുടെ മുന്നിൽ അനവധി തെളിവുകൾ അദ്ദേഹം സമർപ്പിച്ചിട്ടുണ്ട്. ഇത് കൃത്യമായ രാഷ്ട്രീയ ലക്ഷ്യത്തോടു കൂടിയുള്ള ഒരു പകപോക്കലാണ് എന്ന് വ്യക്തമാക്കുന്ന തരത്തിലുള്ള തെളിവുകൾ കോടതിയിൽ സമർപ്പിച്ചു. ഇത് കോടതിയിൽ ഈ കള്ളക്കേസ് പൊളിയും എന്നതുകൊണ്ടാണ് ഈ വിഷയം ആളെ കത്തിച്ചു നിർത്തുവാനാണ് രാഹുലിനെ അനുകൂലിച്ച് സംസാരിച്ചു കൊണ്ടിരുന്ന രാഹുൽ ഈശ്വറെ ഇപ്പോൾ അറസ്റ്റ് ചെയ്ത് ജാമ്യമില്ലാ വകുപ്പുകൾ ചേർത്ത് അകത്തിട്ടത്. നമുക്കിനി കാണാൻ പോകുന്നത് രാഹുൽ ഈശ്വറുടെ ഭാര്യ ദീപയുടെ വാക്കുകൾ കേട്ട ശേഷം നമുക്ക് ഉടനെ മടങ്ങി വരാം. വളരെ അൺഫെയർ ആയ ഒരു വിധിയായിട്ടാണ് തോന്നുന്നത്. നമ്മൾ ബെയിൽ എക്സ്പെക്ട് ചെയ്തു, പക്ഷെ അത് റിജക്റ്റ് ആയതിൽ നല്ല വിഷമമുണ്ട്. കാരണം സത്യത്തിൽ അത് രാഹുൽ ഈശ്വർ ചെയ്ത ഒരു തെറ്റാണോ എന്ന് ചോദിച്ചാൽ രാഹുൽ ഈശ്വർ ഒരു കാര്യത്തിന് വേണ്ടി സംസാരിച്ചതിൻ്റെ പേരിൽ ഇങ്ങനെ ഒരു അറസ്റ്റ് ബെയിലില്ലാത്ത രീതിയിൽ അറസ്റ്റ് വരിക എന്ന് പറഞ്ഞപ്പോൾ അതിലൊരു ഭാര്യ എന്ന രീതിയിലും ഒക്കെ വിഷമമുണ്ട്. അല്ല, കോർട്ട് ഓർഡറിൽ പറയുന്നത് ഇതിനകത്ത് പറഞ്ഞിരിക്കുന്നത് നോൺ ബെയിലബിൾ സെക്ഷൻ എന്ന് പറയുന്നത് 75(1) ആണ്, സെക്ഷലി കളർഡ് റിമാർക്സ് ആണ്. പക്ഷേ ഇതിനകത്ത് രസകരമായ കാര്യം എന്ന് പറഞ്ഞാൽ ഈ സെക്ഷലി കളർഡ് റിമാർക്സ് ഏതാണെന്നുള്ളത് ആ റിമാൻഡ് റിപ്പോർട്ടിനകത്ത് പോലും കൊടുത്തിട്ടില്ലായിരുന്നു. ഇപ്പോൾ കോടതിയിൽ ഞാൻ ഉണ്ടായിരുന്നു, അപ്പോൾ ഇത് കേൾക്കുകയാണ്. അപ്പം എന്താണ് ഈ സെക്ഷലി കളർഡ് റിമാർക്സ് ചോദിക്കുമ്പോൾ പോലീസ് പറയുന്നത് അത് നമ്മൾ നോക്കിയിട്ട് പറയാമെന്നാണ്. അപ്പം എന്താണെന്ന് പോലും അറിയാതെ അങ്ങ് എടുത്തിട്ട് എന്താ പറയുക ഒരു ക്ലോസ് ഇട്ടു എന്നുള്ളതാണ് പറഞ്ഞിരിക്കുന്നത്. പ്രൈമ ഫേഷ്യ അങ്ങനെ കണ്ടെത്തിയെന്നാണ് കോടതിയുടെ ഇത് പറയുന്നത്. അതിൻ്റെ എന്തുകൊണ്ടാണെന്നുള്ളത് നമുക്ക് ചോദ്യം ചെയ്യാൻ പറ്റില്ല, അത് ശരിയാണ്. ഇപ്പോൾ ഹൈക്കോടതിയിലേക്കും സെഷൻസും ഹൈക്കോടതിയിലേക്കും നമ്മൾ നീങ്ങാൻ തന്നെയാണ്. പക്ഷെ അതുവരെ എന്തായാലും ഇനിയൊരു ഹങ്കർ ഫാസ്റ്റിലേക്ക് പോവാണെന്നാണ് രാഹുൽ ഇപ്പോൾ പറഞ്ഞിരിക്കുന്നത്. അത് 100% ഉറപ്പിച്ചു എന്ന് തന്നെയാണ് പറഞ്ഞത്. അപ്പം നിരാഹാര സമരത്തിലേക്ക് പോവുകയാണ് എന്ന് തന്നെയാണ് പറഞ്ഞത്, ഹങ്കർ ഫാസ്റ്റിലേക്ക് പോവുകയാണ്. കാരണം അതൊട്ടും അക്സെപ്റ്റ് ചെയ്യാൻ പറ്റുന്നില്ല. അദ്ദേഹം ആദ്യം തന്നെ അറസ്റ്റ് തന്നെ ഭയങ്കര നമുക്കൊരു നോട്ടീസും തരാതെയാണ് അറസ്റ്റ് ചെയ്തത്. അത് പച്ചക്കള്ളമാണത്. ഞാൻ ഇത്രയും ഉറപ്പിച്ച് പറയുന്നത് കാരണം മറ്റ് കേസിന്റെ മറ്റ് വിശദാംശങ്ങളും ഒക്കെ എനിക്ക് ഇനിയും പഠിക്കേണ്ടിയിരിക്കുന്നുവെങ്കിലും ഇത് എനിക്കറിയാവുന്ന കാര്യമാണ്. ഇതിന് ഒരു നോട്ടീസും നമുക്ക് തന്നിട്ടില്ല. നേരിട്ട് വീട്ടിലേക്ക് വരുമായിരുന്നു. കള്ളമാണ് എനിക്ക് പറഞ്ഞിരിക്കുന്നത്. അത് അവിടെ കോടതിയിൽ വെച്ച് പറഞ്ഞപ്പോൾ നമ്മളെല്ലാവരും നമുക്ക് വാ അടച്ചു വെക്കാൻ പറ്റുന്നില്ല. കാരണം അത്രയും കള്ളമാണ് അത്. നമുക്ക് ഒരു നോട്ടീസും തരാതെ വീട്ടിൽ വന്ന് വിളിച്ചുകൊണ്ട് പോകുമായിരുന്നു. അപ്പം അത് തന്നെ തെറ്റാണ്. നേരെ വീട്ടിൽ ഒരു ദിവസം 4 മണിക്ക് വന്നിട്ട് വിളിച്ചുകൊണ്ട് പോവാണ് കൂടെ പറഞ്ഞത്. എന്നിട്ട് ഇപ്പോൾ പറയുന്നു നമ്മൾ നോട്ടീസ് തന്നിട്ട് അത് കൈപ്പറ്റിയില്ലെന്ന്. ഇത്രയും അന്വേഷണമായിട്ട് സഹകരിക്കുന്ന ഒരാൾ എന്തിന് കൈപ്പറ്റാതിരിക്കണം? സെഷൻസ് മൂവിയും ഹൈക്കോടതിയിലേക്ക് മൂവ് ചെയ്യും. അത് 100% ഉറപ്പാണ്. നിരാഹാരം അനുഷ്ഠിക്കും. രാജേട്ടൻ അങ്ങനെ ചെയ്യുന്നതാണ് പറഞ്ഞിരിക്കുന്നത്. നിയമപരമായ കാര്യങ്ങൾ നേരിടും എന്നുള്ളതാണ്. നിയമപരമായി തന്നെ നേരിടും. പിന്നെ ഇതിനോടുള്ളൊരു എതിർപ്പുണ്ട് നമുക്ക്. കാരണം എപ്പോഴും ഒരു ഈ എല്ലാവരും നിങ്ങൾ മാധ്യമങ്ങൾ ഉൾപ്പെടെ എല്ലാവരും ഇര എന്ന് പറയുന്നുണ്ട്. ഇര എന്ന് പറയുന്നത് എന്താണ് എന്ന് വെച്ചാൽ നിങ്ങൾ ഗ്ലോറിഫൈ ചെയ്ത് പറയുന്ന ഒരു കാര്യമാണ്. 2 വ്യക്തികളാണ് ഇവിടെ ഉള്ളത്. ആ 2 വ്യക്തികളിൽ ശരിയും തെറ്റും 2 പേരുടെ ഭാഗത്തും ഉണ്ടാവും. അപ്പോൾ ഒരാൾ എങ്ങനെ ഇരയായി മാറുന്നു, മറ്റൊരാളെങ്ങനെ? അപ്പം അതിനെതിരെ സംസാരിച്ച ഒരാൾക്ക് ഇപ്പോൾ ബെയിൽ പോലും റിജക്റ്റ് ചെയ്യുന്ന രീതിയിൽ ജയിലിൽ ചെലവഴിക്കേണ്ടി വരുന്നു എന്നുള്ളതിനുള്ള എതിർപ്പാണ് ഈ നിരാഹാര സമരമായിട്ട് ചെയ്യുന്നത്. പൂജപ്പുര ജില്ലാ ജയിലിലേക്കാണ്. അല്ല, അത് ലാപ്ടോപ്പ് ചോദിച്ചപ്പോൾ നമ്മൾ ലാപ്ടോപ്പ് കൊടുത്തിട്ടുണ്ട്. അപ്പോൾ ആദ്യം അത് വന്ന സമയത്ത് നമുക്കറിയില്ലല്ലോ ഇതിൻ്റെ ദിശ എങ്ങോട്ടാണ് പോകുന്നതെന്നും ഒന്നും അറിയില്ല. അപ്പോൾ പെട്ടെന്ന് ഈ പറഞ്ഞ പോലെ നോട്ടീസ് ഒന്നും തരാതെ പെട്ടെന്ന് വരുമ്പം നമുക്കാണെങ്കിലും അതിനകത്ത് പ്രിപ്പയർ ചെയ്യാനോ ഒന്നുമുള്ളൊരു അവസരമില്ല. അപ്പോൾ അങ്ങനെ വന്ന വീഡിയോ ആയിരിക്കും. അപ്പം അത് എന്തായാലും നമ്മൾ ലാപ്ടോപ്പൊക്കെ കൊടുത്തു. നമ്മൾ പൂർണ്ണമായിട്ട് സഹകരിക്കുകയാണ് ഇൻവെസ്റ്റിഗേഷനുമായിട്ട്. നമ്മുടെ അഡ്വക്കേറ്റ് പറയുന്നുണ്ടായിരുന്നു യു ക്യാൻ ഗിവ് എ ഗാഗ് ഓർഡർ, എന്നിട്ട് ബെയിൽ കൊടുക്കാമെന്ന് പറയാം. അത്രയും പോലും ബെയിൽ കൊടുക്കാത്ത വിധത്തിൽ എന്ത് സെക്ഷലി കളർഡ് റിമാർക്സ് ആണ് വന്നതെന്ന് ഐ ഡോണ്ട് നോ. അപ്പോൾ അതിനുള്ളൊരു വിഷമമുണ്ട് എന്തായാലും. അതിനെക്കുറിച്ച് എനിക്കറിയില്ല, ഞാനത് കണ്ടിട്ടില്ല, എനിക്കറിയത്തില്ല. പക്ഷെ നമ്മൾ ഹാൻഡ് ഓവർ ചെയ്തിട്ടുണ്ടല്ലോ. തന്നെ യാതൊരു നടപടിക്രമങ്ങളും പാലിക്കാതെയാണ് അറസ്റ്റ് ചെയ്തത് എന്ന്
രാഹുൽ ഈശ്വർ പ്രതികരിക്കുകയുണ്ടായി. സുപ്രീം കോടതിയുടെ നിർദ്ദേശങ്ങളുടെ നഗ്നമായ ലംഘനമാണ് നടന്നിരിക്കുന്നത്. നോട്ടീസ് പോലും നൽകാതെയാണ് തന്നെ അറസ്റ്റ് ചെയ്ത് 40 മിനിറ്റിന് ശേഷം മാത്രമാണ് തനിക്ക് മെമ്മോ നൽകിയത് എന്ന് അദ്ദേഹം കോടതിയിൽ പറഞ്ഞു. എന്നാൽ രാഹുലിന്റെ ലാപ്ടോപ്പ് അടക്കം റെയ്ഡ് ചെയ്ത് പിടിച്ച പോലീസുകാർ ആ ലാപ്ടോപ്പിൽ പരാതിക്കാരിയുടെ ഫോട്ടോ അടക്കം ഉണ്ടായിരുന്നു എന്ന് കോടതിയെ സ്ഥാപിച്ചു. കോടതി ആ ഫോട്ടോകൾ കണ്ട ശേഷമാണ് ഇപ്രകാരം ഒരു വിധി പ്രസ്താവിച്ചത്. പ്രതിക്ക് ജാമ്യം നൽകിയാൽ അത് സമൂഹത്തിന് തെറ്റായ സന്ദേശം നൽകുമെന്ന് പ്രോസിക്യൂഷൻ വാദിക്കുകയുണ്ടായി. എന്നാൽ പ്രിയമുള്ളവരെ, ഒരു കാര്യം മനസ്സിലാക്കണം. കഴിഞ്ഞ 110 ദിവസമായി സമൂഹ മാധ്യമങ്ങളിലൂടെ രാഹുൽ മാങ്കൂട്ടം എന്ന ചെറുപ്പക്കാരനെ വ്യക്തിഹത്യ ചെയ്തുകൊണ്ടിരിക്കുകയാണ്. എത്ര വലിയ സൈബർ ആക്രമണമാണ്, എത്ര വലിയ മാധ്യമ വേട്ടയാണ് രാഹുലിനെതിരെ നടന്നുകൊണ്ടിരിക്കുന്നത്. ആ ചെറുപ്പക്കാരൻ ആത്മഹത്യ ചെയ്യാതെ, അദ്ദേഹവും അദ്ദേഹത്തിന്റെ കുടുംബവും ഇന്ന് ആത്മഹത്യ ചെയ്യാതെ ജീവിച്ചിരിക്കുന്നത് ആരുടെ അനുഗ്രഹം കൊണ്ടാണ്? അതേസമയം അവരുടെ പരാതിക്കാരിയുടെ പേരോ അവരുമായി ബന്ധപ്പെട്ട യാതൊരു കാര്യങ്ങളും ഇല്ലാതെ രാഹുൽ മാങ്കൂട്ടത്തിൽ അദ്ദേഹം തെറ്റുകാരനല്ല എന്ന് വളരെ കൃത്യമായി മാധ്യമങ്ങളിലൂടെ വന്നിരുന്ന് സംസാരിച്ച രാഹുൽ ഈശ്വറിനെയാണ് ഇപ്പോൾ ജാമ്യമില്ലാ വകുപ്പുകൾ ചേർത്ത് അറസ്റ്റ് ചെയ്ത് റിമാൻഡിലേക്ക് വിടാൻ പോകുന്നത്. 14 ദിവസത്തേക്കാണ് അദ്ദേഹത്തെ റിമാൻഡ് ചെയ്തിരിക്കുന്നത്. വരുന്ന ഡിസംബർ 15 തീയതി വരെ അദ്ദേഹത്തെ തിരുവനന്തപുരം ജില്ലാ കോടതി റിമാൻഡ് ചെയ്തിരിക്കുകയാണ്. പൂജപ്പുര ജില്ലാ ജയിലിലേക്ക് അദ്ദേഹത്തെ ഏതാനും മിനിറ്റുകൾക്കുള്ളിൽ അയക്കാൻ പോകുകയാണ്. എന്നാൽ രാഹുൽ മാങ്കൂട്ടം എന്ന ആ ചെറുപ്പക്കാരനെതിരെ ഈ 110 ദിവസമായി തുടരുന്ന മാധ്യമവേട്ട അഭംഗുരം തുടർന്നുകൊണ്ടിരിക്കുകയാണ്. എന്തൊക്കെ ആരോപണങ്ങളാണ് അദ്ദേഹത്തിനെതിരെ നടത്തിക്കൊണ്ടിരിക്കുന്നത്? ഓർക്കുക, ശബ്ദശകലങ്ങൾ പുറത്തുവിട്ട് അദ്ദേഹത്തെ വ്യക്തിഹത്യ ചെയ്യുന്നു. അപ്രകാരം ആ ശബ്ദശകലങ്ങൾ പുറത്തുവിട്ടപ്പോഴും ഇപ്പോൾ ആ പരാതിക്കാരിയായ യുവതി അന്വേഷണ സംഘം പലതവണ സമീപിച്ചിട്ടും ഒരു രേഖാമൂലം പരാതി പോലും നൽകുവാൻ ഏതാണ്ട് 90 ദിവസം അവർ സമ്മതിച്ചില്ല. അവസാനം വളരെ നാടകീയമായി മുഖ്യമന്ത്രിയുടെ ഓഫീസിലേക്ക് പോവുകയും അവിടെ കൂടിയാലോചനകൾ നടത്തുകയും അതിനുശേഷം ഒരു പരാതി, അതൊരു വക്കീൽ കൃത്യമായി തയ്യാറാക്കിയ ഒരു പരാതി നൽകുകയും ആ പരാതിയുടെ അടിസ്ഥാനത്തിൽ മിനിറ്റുകൾക്കുള്ളിൽ തന്നെ ശക്തമായ നടപടികൾ ആരംഭിക്കുകയും രാഹുലിനെതിരെ ജാമ്യമില്ലാ വകുപ്പുകൾ ചേർത്ത് ബലാത്സംഗ കുറ്റം അടക്കമുള്ള വകുപ്പുകൾ ചാർത്തി അദ്ദേഹത്തെ FIR ഇട്ടു. അദ്ദേഹത്തെ ഏതു നിമിഷവും അറസ്റ്റ് ചെയ്യുവാൻ വേണ്ടി പോലീസ് പാഞ്ഞു നടക്കുകയാണ്. ഈ സാഹചര്യത്തിൽ തന്നെ ഏത് നിമിഷവും അറസ്റ്റ് ചെയ്യാം. അറസ്റ്റ് ചെയ്താൽ നമുക്ക് ഊഹിക്കാം ഏതൊക്കെ തരത്തിലുള്ള ശോഭകേടുകൾ ഇവന്മാർ കാണിക്കുമെന്ന്. അതൊരു ആഘോഷമായി മാറ്റും. അത് കോൺഗ്രസ്സുകാരും ഇവിടുത്തെ ഇടതുപക്ഷവും BJPയും എല്ലാം ഇതിനെ വലിയൊരു ആഘോഷമാക്കി മാറ്റും. കാരണം രാഹുൽ മാങ്കൂട്ടം എന്ന് പറയുന്നത് കോൺഗ്രസ്സുകാരന്മാരുടെ മാത്രം കണ്ണിലെ കരടല്ല, ഇടതുപക്ഷത്തിൻ്റെയും സംഘികളുടെയും പേടി സ്വപ്നം കൂടിയാണ്. നമുക്കറിയാം, ഈ 110 ദിവസം ഒരു പരാതിക്കാർ പോലും ഇല്ലാതെയാണ് രാഹുലിനെതിരെ ഇത്രയും വെളിപ്പെടുത്തലുകളും അപവാദ പ്രചരണങ്ങളും വ്യക്തിഹത്യയും എല്ലാം നടന്നത്. അതിനെതിരെ ഇവിടുത്തെ നിയമ സംവിധാനങ്ങൾ ഒരു നടപടി പോലും സ്വീകരിച്ചില്ല. പുരുഷന് സ്ത്രീയെപ്പോലെ അവകാശമില്ലേ? ഇതുകൊണ്ടാണ് രാഹുൽ ഈശ്വർ പുരുഷ കമ്മീഷൻ ഇവിടെ വേണമെന്ന് ആവശ്യപ്പെടുകയും അതിനുവേണ്ടി ഫൈറ്റ് ചെയ്യുകയും ചെയ്തുകൊണ്ടിരിക്കുന്നത്. കാരണം പുരുഷന്മാരെ ഇതുപോലെ ചേസ് ചെയ്ത് വേട്ടയാടിക്കൊണ്ടിരിക്കുകയാണ്. ഇപ്പോൾ ഇതാ പുരുഷ കമ്മീഷൻ വേണമെന്ന് ആവശ്യപ്പെട്ട രാഹുലിനെ തന്നെ ഇപ്പോൾ ജാമ്യമില്ലാ വകുപ്പുകൾ ചേർത്ത് അദ്ദേഹത്തെ ഇപ്പോൾ റിമാൻഡിലേക്ക് വിടാൻ പോകുകയാണ്. ഇത് മറ്റുള്ളവർക്കൊരു മാതൃകയാവണം. അവർ പേടിക്കണം. ഇനിയും ഈ പരാതിക്കെതിരെ ശബ്ദിക്കുവാൻ മറ്റുള്ളവർ പേടിക്കണം. രാഹുലിനെ സപ്പോർട്ട് ചെയ്യുന്ന എല്ലാവന്മാരെയും ഇതുപോലെ പിടിച്ച് അകത്തിടും എന്ന ഒരു സന്ദേശം നൽകുന്നതിന് വേണ്ടി കൂടിയാണ് രാഹുലിനെ ഇപ്പോൾ അറസ്റ്റ് ചെയ്ത് റിമാൻഡിലേക്ക് വിടാൻ പോകുന്നത്. പക്ഷെ ഒരു കാര്യം മനസ്സിലാക്കണം, ഇവിടുത്തെ ജനങ്ങളെല്ലാം ഇത് കാണുന്നുണ്ട്.
അവർ മനസ്സിലാക്കുന്നുണ്ട്, അവർ സഹികെട്ടിരിക്കുകയാണ്. അതിൻ്റെ പ്രതിഫലനം ഈ വരാൻ പോകുന്ന തദ്ദേശ തെരഞ്ഞെടുപ്പിൽ ഉണ്ടാവും എന്ന കാര്യത്തിൽ യാതൊരു സംശയവുമില്ല. പ്രിയമുള്ളവരെ, ഈ അവസരമുണ്ടാക്കി ഇതിനെല്ലാം വഴിമരുന്നിട്ടത് ഈ വി ഡി സതീശൻ എന്ന കേക്കച്ചനാണെന്ന് നമ്മൾ മറന്നുപോകരുത്. കാരണം തൻ്റെ നിലപാട് ശരിയാണ് എന്ന് സ്ഥാപിക്കുന്നതിന് വേണ്ടി രാഹുൽ എന്ന ചെറുപ്പക്കാരൻ വിജയിച്ചു വന്നാൽ തൻ്റെ രാഷ്ട്രീയ ജീവിതം തന്നെ തീരും, തൻ്റെ നിലപാട് തകർന്നാൽ തൻ്റെ പ്രസക്തി തന്നെ രാഷ്ട്രീയത്തിൽ ഇല്ലാതാകുമെന്ന് ഭയന്ന ആ കേക്കച്ചനാണ് ഇതെല്ലാം ആസൂത്രണം ചെയ്തത് എന്ന് നിങ്ങൾ മനസ്സിലാക്കണം. പിണറായിക്ക് തുടർഭരണം ഒരുക്കുവാൻ 2016 പോലെ ഉമ്മൻചാണ്ടി സർക്കാരിനെ തകർത്തതുപോലെ ഈ 2026 പിണറായിക്ക് മൂന്നാമതും തുടർഭരണം ഉറപ്പാക്കുവാൻ ആ ശബരിമല വിഷയത്തിൽ നിന്നും ശ്രദ്ധ മാറ്റുവാൻ വേണ്ടിയാണ് രാഹുലിനെ ക്രൂശിക്കുന്നതെന്ന് മനസ്സിലാക്കണം. ആ രാഹുലിന് വേണ്ടി സംസാരിച്ച, മാധ്യമങ്ങളിൽ പോയി ഏറ്റവും കൂടുതൽ രാഹുലിന് വേണ്ടി ഉച്ചത്തിൽ സംസാരിച്ച ഒരാളാണ് രാഹുൽ ഈശ്വർ. പരാതിക്കാരി എല്ലാ മാധ്യമങ്ങളും ബുദ്ധിപൂർവ്വം മറച്ചുവെച്ച ഒരു കാര്യമായിരുന്നു, വളരെ തന്ത്രപൂർവ്വം വളരെ കണ്ണിങ്ങായി മറച്ചുവെച്ച ഒരു കാര്യമായിരുന്നു അവർ വിവാഹിതയാണ് എന്ന കാര്യം. ഈ കാര്യം സകല മാധ്യമങ്ങളിലും പോയി തെളിവുകളുടെ അടിസ്ഥാനത്തിൽ കൃത്യമായ ഡേറ്റ് അടക്കം വിളിച്ചു പറഞ്ഞത് രാഹുൽ ഈശ്വർ ആയിരുന്നു. ആ വിവരം പുറത്തു വന്നതോടുകൂടിയാണ് ഇത് കൃത്യമായ ഒരു ഗൂഢാലോചനയാണ്, ഇതിൻ്റെ പിന്നിൽ ഗൂഢലക്ഷ്യങ്ങളുണ്ട് എന്ന് ജനങ്ങൾ തിരിച്ചറിഞ്ഞത്. അതിൻ്റെ പുക കൊണ്ടാണ് രാഹുലിനെ ഇതേപോലെ വേട്ടയാടുന്നത് എന്ന് മനസ്സിലാക്കണം. പക്ഷേ രാഹുലിന് പറ്റിയൊരു പാളിച്ച എന്ന് പറയുന്നത് ഞങ്ങൾക്കെല്ലാം കൃത്യമായി അറിയാവുന്നതാണ്. ആരാണ് ആ പരാതിക്കാരി? അവരുടെ സകല വെയർഅബൌട്ട്സും നമുക്കറിയാം. അവരുടെ ഫോട്ടോകൾ, ഈ പറയുന്ന ഫോട്ടോകളെല്ലാം ദിവസങ്ങൾക്ക് മുമ്പേ ഞങ്ങൾക്ക് ലഭിച്ചതാണ്. പക്ഷേ ഈ പറയുന്ന പോലെ ഒരു പ്രതിപക്ഷ ബഹുമാനം, പ്രത്യേകിച്ച് ഇത്തരം സാഹചര്യത്തിൽ ആ പരാതിക്കാരിയുടെ ഐഡന്റിറ്റി വെളിപ്പെടുത്തുക എന്ന് പറയുന്നത് എത്രത്തോളം അപകടകരമാണ് എന്ന് ഞങ്ങൾക്ക് അറിയാവുന്നത് കൊണ്ട് തന്നെയാണ്. അപകടകരം എന്നത് പറഞ്ഞത് പേടിച്ചുകൊണ്ടല്ല, ഞങ്ങളെയൊക്കെ തൂക്കി അകത്തിടുവാൻ ഒരു അവസരം പാർത്തിരിക്കുന്ന ഇവന്മാർക്ക് കുത്തുവാനുള്ള കത്തി നമ്മൾ തന്നെ എന്തിനു ഉണ്ടാക്കി കൊടുക്കണം എന്ന് അറിഞ്ഞുകൊണ്ട് മാത്രമാണ് ഞങ്ങൾ അത്തരം കാര്യങ്ങളൊന്നും പുറത്തുവിടാത്തത്. രാഹുലിനെതിരെ നടക്കുന്ന സംഘടിത ആക്രമണത്തിൽ ഞങ്ങൾ ശക്തമായി പ്രതികരിക്കുമ്പോൾ പോലും ആ ഒരു മാന്യത, അതല്ലെങ്കിൽ ആ ഒരു മെച്യൂരിറ്റി ഞങ്ങൾ കാണിക്കുവാൻ ശ്രമിച്ചിട്ടുണ്ട്. കാരണം അവരുടെ ഏതെങ്കിലും തരത്തിൽ അവരെ ഐഡന്റിഫൈ ചെയ്യാൻ പറ്റാവുന്ന ഒരു കാര്യങ്ങൾ പോലും ഞങ്ങൾ ഇതുവരെ പറഞ്ഞിട്ടില്ല, പറയത്തുമില്ല. പക്ഷേ അതിനർത്ഥം ഞങ്ങൾ ഭയന്നത് കൊണ്ടാണ്, അതല്ലെങ്കിൽ അത് സത്യമല്ലാത്തത് കൊണ്ടാണ് എന്നതുകൊണ്ടല്ല. ബഹുമാനപ്പെട്ട കോടതിയുടെ പരിഗണനയിലിരിക്കുന്ന ഈ വിഷയത്തിൽ ബുധനാഴ്ച കൃത്യമായും കോടതി ഒരു നിരീക്ഷണം നടത്തും. ഇത് പൊളിറ്റിക്കൽ ഗൂഢാലോചന കൊണ്ട്, രാഷ്ട്രീയക്കാരന്മാരുടെ സമ്മർദ്ദം കൊണ്ട് പോലീസ് ഇട്ട, അതല്ലെങ്കിൽ മുഖ്യമന്ത്രിയുടെ ഓഫീസിൽ നിന്നടക്കമുള്ള പ്രഷർ കൊണ്ടിട്ട ഒരു വകുപ്പുകളാണ് എന്ന് ബഹുമാനപ്പെട്ട കോടതിക്ക് കണ്ടെത്താൻ സാധിക്കും. അപ്രകാരം കണ്ടെത്താൻ സാധിച്ചാൽ രാഹുലിന് കോടതിയിൽ നിന്നും നീതി കിട്ടുമെന്ന പ്രതീക്ഷയിലാണ് ഞങ്ങൾ മുന്നോട്ട് പോകുന്നത്. പ്രിയമുള്ളവരെ, രാഹുലിനു വേണ്ടി, രാഹുലിന് നീതി തേടി i2i ന്യൂസ് ആരംഭിച്ച മിഷൻ 250യുടെ 49ാം ദിനമാണ് ഇന്ന്. ആ 49ാം ദിനത്തിലും നമ്മൾ ഏത് വിധത്തിലാണോ തുടങ്ങിയത് അതേ നിലപാടിൽ തന്നെ നമ്മൾ ഉറച്ചു നിൽക്കുകയാണ്. ഇപ്പോഴും നമ്മൾ രാഹുലിനൊപ്പം നിൽക്കുന്നു. കാരണം രാഹുൽ പരിശുദ്ധനാണെന്ന് അല്ല ഞങ്ങൾ പറയുന്നത്, രാഹുൽ തെറ്റൊന്നും ചെയ്തിട്ടില്ല എന്ന് ഞങ്ങൾ പറയുന്നില്ല. പക്ഷേ ഇത് കൃത്യമായ പിന്തുടർന്നുള്ള വേട്ടയാടലാണ്. ഇതിൻ്റെ പിന്നിൽ ഗൂഢലക്ഷ്യങ്ങളുണ്ട്. അദ്ദേഹത്തെ വ്യക്തിഹത്യ ചെയ്ത് അദ്ദേഹത്തിൻ്റെ രാഷ്ട്രീയ ഭാവി തുലയ്ക്കുക എന്ന ലക്ഷ്യത്തോടു കൂടി മാത്രമാണ് എന്നതുകൊണ്ടാണ് രാഹുലിനെ ഞങ്ങൾ സപ്പോർട്ട് ചെയ്യുന്നത് തുടക്കം മുതൽ. അതുപോലെ i2i ന്യൂസ് രാഹുലിനെ സപ്പോർട്ട് ചെയ്യുന്നത് പോലെ രാഹുൽ ഈശ്വറും അദ്ദേഹത്തിന് പറ്റാവുന്ന വിധത്തിൽ ഈ വിഷയത്തിൽ പ്രതികരിക്കുന്ന ഒരാളാണ്. അങ്ങനെ രാഹുലിനെ ഒന്നാം പ്രതിയാക്കിയും സന്ദീപ് വാര്യരെ രാഹുൽ പറഞ്ഞ ഒരു കാര്യത്തെ അനുകൂലിച്ചുകൊണ്ട് പ്രതികരിച്ചു എന്നതുകൊണ്ടാണ് സന്ദീപ് വാര്യർക്കെതിരെയും ജാമ്യമില്ലാ വകുപ്പുകൾ ചാർത്തി കേസ് രജിസ്റ്റർ ചെയ്തിരിക്കുന്നത്. അതുപോലെ പത്തനംതിട്ട മഹിളാ കോൺഗ്രസ് ജില്ലാ സെക്രട്ടറിയായ രജിത പുളിക്കൽ, ഒരു ദീപ, ഇവരെയും പ്രതിസ്ഥാനത്ത് ആക്കിയാണ് FIR രജിസ്റ്റർ ചെയ്തിരിക്കുന്നത്. ഇപ്രകാരം കള്ളക്കേസുകൾ എടുത്തതുകൊണ്ടോ ജയിലിൽ അയച്ചതുകൊണ്ടോ ഇവിടെ പ്രതികരണശേഷിയുള്ളവർ പേടിക്കില്ല. ജനങ്ങൾ കാര്യങ്ങളിൽ വ്യക്തമായി മനസ്സിലാക്കി കഴിഞ്ഞു. അതിൻ്റെ പ്രതിഫലനം വരുന്ന തദ്ദേശ തെരഞ്ഞെടുപ്പിൽ ഉണ്ടാകും എന്ന് മാത്രം പറയുവാൻ ഞങ്ങൾ ആഗ്രഹിക്കുകയാണ്.
ഇനി നമുക്ക് രാഹുലിൻ്റെ ഒരു പ്രതികരണം കാണാം. ജയിലിലേക്ക് പോകുന്നതിന് മുമ്പ് അദ്ദേഹം കൃത്യമായി പറയുന്നുണ്ട്, ജയിലിൽ താൻ നിരാഹാരം തുടരും എന്ന് അദ്ദേഹം പറയുന്നു. നഗ്നമായ സുപ്രീം കോടതിയുടെ ആ വിധിയുടെ ലംഘനമാണ് ഉണ്ടായിരിക്കുന്നത്. അതുകൊണ്ട് തന്നെ നീതി ലഭിക്കുന്നതുവരെ, കോടതിയിൽ നീതി ലഭിക്കുന്നതുവരെ ജയിലിൽ നിരാഹാരം തുടരും എന്ന് അദ്ദേഹം അറിയിച്ചിട്ടുണ്ട്. സത്യാഗ്രഹത്തിലേക്ക് പോവാണ് ഞാൻ, ജയിലിൽ നിരാഹാര സമരത്തിലേക്ക് പോവാണ്. പച്ച കള്ളമാണ് ഈ കേസ്. ജയിലിൽ നിരാഹാര ഞാൻ നിരാഹാര സമരത്തിലേക്ക് പോവാണ്. പ്രിയപ്പെട്ട പ്രേക്ഷകരെ, ഇനി നിങ്ങൾ കാണാൻ പോകുന്നത് KPCC പ്രസിഡന്റ് സണ്ണി ജോസഫിന്റെ വാക്കുകളാണ്. കോൺഗ്രസിന് ഈ അവസ്ഥയുണ്ടാക്കിയത് യഥാർത്ഥത്തിൽ ആരാണ്? ഇടതുപക്ഷത്തിന്റെ ഈ പ്രതിസന്ധി ഘട്ടത്തിൽ അവർക്കുള്ള ഒരു പിടിവള്ളിയായി രാഹുൽ വിഷയം ഇട്ടുകൊടുത്തത് VD സതീശൻ എന്ന കേക്കച്ചനാണ് എന്ന് നമ്മൾ മറന്നുപോകരുത്. ഇടതുപക്ഷത്തിന്റെ ക്രൈസിസ് മാനേജരായി എപ്പോഴും വർത്തിക്കുന്ന ഈ കേക്കച്ചനാണ് ശബരിമല വിഷയത്തിൽ നിന്നും ഇവരുടെ ശ്രദ്ധ തിരിക്കുവാൻ ഇപ്പോൾ ഈ രാഹുൽ വിഷയം ഇട്ടുകൊടുത്തത് എന്ന് നാം മറന്നുപോകരുത്. എന്നിട്ട് മാപ്രകൾ ചോദിക്കുമ്പോൾ ആ സണ്ണി ജോസഫിന്റെ മറുപടി നിങ്ങൾ കേൾക്കുക. ഈ പ്രസ്ഥാനത്തിന് ഇതുപോലെ ഗതികേടുണ്ടാക്കിയത് ആരാണ് എന്ന് മാത്രം നിങ്ങൾ ചിന്തിക്കുക. ശബരിമല സ്വർണ്ണക്കൊള്ള വിഷയത്തിൽ ഹൈക്കോടതിയുടെ നിർദ്ദേശപ്രകാരം രൂപീകരിച്ച ആ സ്പെഷ്യൽ ഇൻവെസ്റ്റിഗേഷൻ ടീം കൃത്യമായ തെളിവുകളുടെ അടിസ്ഥാനത്തിൽ പത്മകുമാറിനെയും വാസുവിനെയും എടുത്ത് അകത്ത് വിട്ടു. കൃത്യമായ തെളിവുകളുടെ അടിസ്ഥാനത്തിൽ അകത്ത് വിട്ടിട്ട് പോലും അവരെ ഇടതുപക്ഷം ചേർത്ത് നിർത്തുമ്പോൾ അവരെന്താണ് പറയുന്നത്? കോടതി തീരുമാനിക്കട്ടെ, വിധി വരട്ടെ, എന്നിട്ട് നമുക്ക് ആലോചിക്കാമെന്ന്. എന്നാൽ കോൺഗ്രസ് നേതാക്കന്മാർ എന്താണ് ചെയ്തത്? അവർ തന്നെ ഇതുപോലെ വിഷയം കുത്തിത്തിരിപ്പുണ്ടാക്കി രാഹുലിനെതിരെയുള്ള സകല തന്ത്രങ്ങളും മെനഞ്ഞ് ഇടതുപക്ഷത്തിന്റെ ഫണ്ടിങ്ങോടുകൂടി പ്രവർത്തിക്കുന്ന ഒരു മാധ്യമ സ്ഥാപനത്തിന് ഇട്ടുകൊടുത്തിട്ട് അവരെ കൊണ്ട് വാർത്ത ചെയ്യിക്കുന്നു. എന്നിട്ട് അതിൻ്റെ പേരിൽ നടപടിയെടുക്കുന്നു. 110 ദിവസമായി ഈ വിഷയം നീട്ടിക്കൊണ്ടുപോകുന്നു. തിരഞ്ഞെടുപ്പ് അടുക്കാറാകുമ്പോൾ ഈ വിഷയം ഇവന്മാർ തന്നെ ആളിക്കത്തിക്കുവാൻ കൂട്ടുനിൽക്കുന്നു. ഇത് തദ്ദേശ തെരഞ്ഞെടുപ്പിൽ തങ്ങൾക്ക് ക്ഷീണമുണ്ടാക്കുമെന്ന് ഇവർ കരുതുന്നില്ല. ഇത് പാർട്ടിയെ പ്രതിസന്ധിയിലാക്കുമെന്ന് ഇവന്മാർ മറന്നുപോകുന്നു. എന്നിട്ട് ആ KPCC അധ്യക്ഷൻ നിന്ന് പറയുന്നത് നിങ്ങളൊന്ന് കേൾക്കുക. ഇത്രയ്ക്കും ഗതികെട്ട ഒരു കൂട്ടരുണ്ടോ ഈ കേരളത്തിൽ? എന്താ ചോദിച്ചേ? ആ അതെ, ഞാനിപ്പോ പറഞ്ഞു എന്റെ പോക്കറ്റിലുണ്ട്. ആ ഒളിപ്പിച്ചു വെച്ച സ്ഥലം ഗോവിന്ദ മാഷ് പറഞ്ഞ ഞാനും കൂടെ കൂടി കണ്ടെടുക്കാം. അതൊക്കെ ബാലിശല്ലേ? ഒന്നുമല്ല, അധിക ദിവസമായിട്ടൊന്നുമില്ല. നമ്മൾ സാധാരണ രീതിയിൽ അറിയാലോ അദ്ദേഹം. അല്ലല്ല, ഞാൻ ഒന്ന് പറഞ്ഞോട്ടെ, ഞാൻ പറയാം. ക്വസ്റ്റിനെ ഞാൻ ആൻസറിങ്. മുൻകൂർ ജാമ്യാപേക്ഷ കൊടുത്തിട്ടുണ്ട്. ഇന്നലെ അദ്ദേഹത്തിൻ്റെ, ഞാനും പാലക്കാട്ടുണ്ടായിരുന്നു, എല്ലാവരും അങ്ങോട്ടാണ് പോയത്. എൻ്റെ മീറ്റ് പ്രസിന് വരേണ്ടവരൊക്കെ അങ്ങോട്ടാണ് പോയത്. അദ്ദേഹത്തിൻ്റെ ഫ്ലാറ്റ് പരിശോധിച്ചിട്ടുണ്ട്. ഇനി ഗോവിന്ദ മാഷക്ക് ഞാനാ ഒളിപ്പിച്ചു വെച്ചതെന്ന് അറിയാമെങ്കിൽ സ്ഥലം പറഞ്ഞാൽ ഞാനും കൂടെ പോയി പരതി പിടിക്കാം. നിയമം അതിന്റെ വഴിക്ക് പോയിക്കോട്ടെ. ശബരിമല കേസിൽ അതിനാ ഞാൻ പറഞ്ഞത്. അല്ലല്ല, ശബരിമല കേസിൽ ഞാൻ പറയാം. ഒക്ടോബർ 6 കോടതി പ്രത്യേക അന്വേഷണ സംഘത്തെ നിയോഗിച്ചിട്ട് ഇത്രയും വലിയ ഭീകരമായ കൊള്ള നടന്നെടുത്ത്, കവർച്ച നടന്നെടുത്ത് പ്രതികളെ പിടിച്ച എത്ര മാസം കഴിഞ്ഞിട്ടാ? 1.5 മാസം കഴിഞ്ഞിട്ടാ പത്മകുമാറിനെ അറസ്റ്റ് ചെയ്ത്. പത്മകുമാറിനെ അറസ്റ്റ് ചെയ്തതിന് കാലതാമസം പറഞ്ഞു. നിങ്ങളുടെ ചോദ്യത്തിനാ ഉത്തരം. ശബരിമല കേസാണ് അതിനേക്കാൾ ഗൗരവം. പൊതുസ്വത്ത് നഷ്ടപ്പെട്ടതാണ്. അതിലൊരു ശബരിമല കേസാണ് ഗൗരവം. ശബരിമല കേസാണ് കൂടുതൽ ഗൗരവം. അത് ആവർത്തിച്ചു പറയുന്നു. മുരളീധരൻ പറയുന്നു, അതായത് ഈ വിഷയത്തിൽ രാഹുൽ മാങ്കൂട്ടത്തിനെ പിന്തുണയ്ക്കുന്നത് ശരിയല്ല, അല്ലെങ്കിൽ കോൺഗ്രസിലെ തന്നെ ആരും പിന്തുണയ്ക്കുന്നത്. അത് മുരളീധരൻ മാത്രം പറയുന്നതല്ലോ, ഞങ്ങൾ എല്ലാവരും എടുത്തിട്ടുണ്ടല്ലോ. കോൺഗ്രസ് പാർട്ടി മാർക്സിസ്റ്റ് പാർട്ടിയെ പോലെ അല്ലല്ലോ. പ്രതികളെ, കളവ് കേസിലെ പ്രതികളെ സഹായിക്കുന്ന മാർക്സിസ്റ്റ് പാർട്ടിയെ പോലെ അല്ലല്ലോ. ശ്രീപീഡന കേസിലെ പ്രതികളെ സഹായിക്കുന്ന മാർക്സിസ്റ്റ് പാർട്ടിയെ പോലെ അല്ലല്ലോ. ശ്രീപീഡന കേസിലെ ഇരകളെ ദ്രോഹിക്കുന്ന, തള്ളി പറയുന്ന മാർക്സിസ്റ്റ് പാർട്ടിയെ പോലെ അല്ലോ ഞങ്ങൾ. ഈ ആക്ഷേപം മാധ്യമങ്ങളിൽ ഉയർന്നു വന്നപ്പോൾ
ഞങ്ങൾ അദ്ദേഹത്തെ യൂത്ത് കോൺഗ്രസ് പ്രസിഡന്റ് സ്ഥാനത്തിന് രാജിവെപ്പിച്ചു. അദ്ദേഹത്തെ പാർട്ടിയിൽ നിന്ന് സസ്പെൻഡ് ചെയ്തു, പാർലമെന്ററി പാർട്ടിയിൽ നിന്ന് പുറത്താക്കി, സ്പീക്കർക്ക് കത്ത് നൽകി. ഇതാണ് മുരളീധരൻ പറഞ്ഞതിൻ്റെ അർത്ഥം. അതെ, മാധ്യമ വാർത്തയല്ലേ. എനിക്ക് കിട്ടിയിട്ടില്ല. അദ്ദേഹം പറഞ്ഞത് തന്നെ എനിക്ക് കിട്ടിയിട്ടില്ല എന്നോ. അതിന്റെ അർത്ഥം തന്നെ എന്താണ്? ഇല്ല, ഔദ്യോഗിക പരിപാടിയിലൊന്നും പങ്കെടുത്തിട്ടില്ല. ഔദ്യോഗിക പരിപാടിയിലൊന്നും പങ്കെടുത്തിട്ടില്ല. അദ്ദേഹത്തിന്റെ സഞ്ചാര സ്വാതന്ത്ര്യം ഞങ്ങൾ ആരും നിഷേധിച്ചിട്ടില്ല, നിഷേധിക്കുന്നുമില്ല. ഔദ്യോഗിക പരിപാടി പങ്കെടുത്തിട്ടില്ല. ഔദ്യോഗിക പരിപാടിയിലൊന്നും പങ്കെടുത്തിട്ടില്ല. ഇവിടെ ഞാൻ തെളിവുകൾ സഹിതം കാര്യകാരണ സഹിതം അനുഭവങ്ങളുടെ വെളിച്ചത്തിലാണ് പറഞ്ഞത്. കോൺഗ്രസ് നേതാക്കന്മാർ സോണിയാഗാന്ധിയോ രാഹുൽ ഗാന്ധിയോ ED ദ്രോഹിക്കുന്നത് പോലെ BJPക്കോ കേന്ദ്ര സർക്കാരിനോ പിണറായി വിജയൻ ഒരു എതിർകക്ഷിയല്ല. പിണറായി വിജയനും BJPക്ക് പിണറായി വിജയനും എതിരാളികളല്ല, അഡ്ജസ്റ്റ്മെൻ്റാണ്. അതാണ് ഞാൻ സ്വർണ്ണക്കള്ളക്കടത്ത്, അതാണ് ഞാൻ ലാവ്ലിൻ, അതാണ് ഞാൻ മുഖ്യമന്ത്രിയുടെ മകനെതിരെയുള്ള കേസ്, മകൾക്കെതിരെയുള്ള കേസ്, എല്ലാം ഒത്തുതീർപ്പാക്കുകയാണ്. ഇപ്പോൾ ഒരു അഡ്ജസ്റ്റ്മെൻറ്റ് രാഷ്ട്രീയത്തിൻ്റെ ഭാഗമായിട്ടാണ് ഈ നോട്ടീസ്. ആ നോട്ടീസിൻ്റെ ഗതി എന്തായിരിക്കുമെന്ന് നിങ്ങൾക്കറിയാം, എനിക്കും അറിയാം, ജനങ്ങൾക്കറിയാം. അതെ, വാർത്ത മാറ്റാൻ ആ നോട്ടീസ്, മകനയച്ച നോട്ടീസ് എവിടെ? ആ ചോദ്യത്തിന് ഉത്തരം പറ. നിങ്ങൾ അന്വേഷിച്ചോ? നിങ്ങളല്ലേ പറഞ്ഞത് മുഖ്യമന്ത്രിയുടെ മകന് വിവേക് കിരൺ സൺ ഓഫ് പിണറായി വിജയൻ, ക്ലിഫ് ഹൗസ് തിരുവനന്തപുരം എന്ന് പറഞ്ഞൊരു നോട്ടീസ് പോയെന്ന് മാധ്യമങ്ങളിലല്ലേ കണ്ടത്? യു എൻക്വയർ, വേർ ഈസ് ദ നോട്ടീസ്? K4 കിങ്ങിണിക്കുട്ടന്റെ വാക്കുകളാണ് ഇനി നിങ്ങൾ കേൾക്കാൻ പോകുന്നത്. പ്രേക്ഷകരെ, നിങ്ങൾ കാണുക, ഇടതുപക്ഷ നേതാക്കൾ പറയേണ്ടുന്ന ആ വാക്കുകൾ ഇപ്പോൾ പറയുന്നത് പിണറായിക്ക് വേണ്ടിയും ഗോവിന്ദന് വേണ്ടിയും ഇപ്പോൾ സംസാരിച്ചു കൊണ്ടിരിക്കുന്നത് നമ്മുടെ പഴയ കിങ്ങിണിക്കുട്ടനാണ്. ആ കിങ്ങിണിക്കുട്ടന്റെ വേദന കാണുക. രാഹുലിനെതിരെ ഇയാൾ വളരെ മ്ലേച്ഛമായ രീതിയിൽ കഴിഞ്ഞ ദിവസം സംസാരിച്ചു. രാഹുലിനെ അനുകൂലിച്ചുകൊണ്ട് സംസാരിച്ച രാഹുൽ ഈശ്വർക്കെതിരെയും ഇന്ന് ഈ കിങ്ങിണിക്കുട്ടൻ വന്നു സംസാരിക്കുന്നത് കാണുക. ഇവന്റെ ആ വിഷമം കാണുക. രാഹുലിനെ അനുകൂലിക്കുന്നവർക്കെതിരെ പോലീസ് കേസെടുക്കുമ്പോൾ ആ കിങ്ങിണിക്കുട്ടന്റെ സന്തോഷം കാണുക. ഇവൻ ഇടതുപക്ഷമോ അതോ കോൺഗ്രസ്സുകാരനോ എന്ന് പ്രിയപ്പെട്ട ജനമേ നിങ്ങൾ തിരിച്ചറിയുക. ഈ കിങ്ങിണിക്കുട്ടൻ നേതൃത്വം കൊടുക്കുന്ന ഈ കോൺഗ്രസ് പ്രസ്ഥാനത്തിന്റെ സകല സ്ഥാനാർത്ഥികളെയും വരുന്ന തദ്ദേശ തെരഞ്ഞെടുപ്പിൽ പ്രിയപ്പെട്ട തിരുവനന്തപുരം നിവാസികളെ നിങ്ങൾ അറിഞ്ഞു തോൽപ്പിക്കണം. രാഹുൽ വിഷയത്തിൽ കൃത്യമായ രീതിയിൽ പ്രതികരിച്ച, ഈ പൊള്ളത്തരങ്ങൾ തുറന്നു കാണിച്ച ആ രാഹുലിനെതിരെ ഈ കിങ്ങിണിക്കുട്ടന്റെ രോഷപ്രകടനം കാണുക. ഇടതുപക്ഷ നേതാക്കന്മാർ പോലും രാഹുൽ ഈശ്വറെ ഇതുപോലെ വിമർശിച്ചിട്ടുണ്ടോ എന്ന് നിങ്ങൾ ആലോചിക്കുക. ഇതിൽ നിന്ന് തന്നെ നമുക്ക് മനസ്സിലാക്കാം, ഇവന്മാർ തമ്മിൽ കൃത്യമായ അന്തർധാരയുണ്ട്. ഇവന്മാർ ഇടതുപക്ഷത്തിനു വേണ്ടി വർത്തിക്കുന്ന ചാരന്മാരാണ് കേക്കച്ചനും ഇവനും എന്നെന്ന് ജനങ്ങൾ തിരിച്ചറിയുക. ഒരു ഇടതുപക്ഷ നേതാവ് പോലും ഇപ്രകാരം സംസാരിക്കുമോ എന്ന് നിങ്ങൾ ചിന്തിക്കുക. ആ കിങ്ങിണിക്കുട്ടന്റെ വാക്കുകൾ കേട്ട ശേഷം ഉടൻ മടങ്ങി വരാം. കോൺഗ്രസിൻ്റെ നയം വളരെ വ്യക്തമായി ഞങ്ങൾ പറഞ്ഞിട്ടുണ്ട്. രാഹുൽ മാങ്കൂട്ടത്തിൽ പാർട്ടിക്ക് പുറത്താണ്. ആ രാഹുൽ മാങ്കൂട്ടത്തിനെ അനുകൂലിച്ച് ആരെങ്കിലും എന്തെങ്കിലും പറഞ്ഞാൽ അതിൻ്റെ നിയമ നടപടികൾ അവർ തന്നെ നേരിടേണ്ടി വരും. ഞങ്ങളെ സംബന്ധിച്ച് ഇലക്ഷൻ ഒരാഴ്ചയേ ബാക്കിയുള്ളൂ. ഇലക്ഷൻ പ്രചാരണത്തിൽ നടക്കുമ്പോൾ ഒരു മാങ്കൂട്ടത്തിൽ വിഷയം ലൈവായി നിർത്താൻ ആര് ശ്രമിച്ചാലും ഞങ്ങൾ ആ വലയിൽ വീഴില്ല. ഞങ്ങളുടെ നയം KPC പ്രസിഡന്റ് പറഞ്ഞു കഴിഞ്ഞു. അതിനെതിരായിട്ട് ആര് നീങ്ങിയാലും അവർ അതിൻ്റെ ഭവിഷ്യത്ത് അനുഭവിച്ചോളാം. അതല്ലാതെ ഒരു തെരഞ്ഞെടുപ്പ് പടിവാതിൽക്കൽ എത്തി നിൽക്കുമ്പോൾ ചർച്ച ചെയ്യേണ്ട വിഷയമല്ല ഇത്. കാരണം ഈ രാഹുൽ മാങ്കൂട്ടത്തിൽ ഇപ്പോൾ പാർട്ടിക്കാരനല്ല. അതുകൊണ്ട് തന്നെ രാഹുലിൻ്റെ കാര്യത്തിലുള്ള ഒരു കാര്യങ്ങൾക്കും ഇനി പാർട്ടിക്ക് അഭിപ്രായം പറയേണ്ട കാര്യമില്ല. അത് വളരെ വ്യക്തമായി KPC പ്രസിഡന്റ് പറഞ്ഞിട്ടുണ്ട്. അല്ല, അത് അവരൊന്നും കോൺഗ്രസ്സുകാരൊന്നുമല്ല. പിണറായി വിജയനെ വിമർശിക്കേണ്ടതിന് പകരം VD സതീശനെയും K മുരളീധരനെയും രാജ്മോഹൻ ഉണ്ണിത്താനെയൊക്കെ വിമർശിക്കുന്ന ആളുകൾ കോൺഗ്രസ്സുകാരല്ല. അവർക്ക് മറ്റു പല ലക്ഷ്യങ്ങളുമുണ്ട്. ഇന്നലെ ഒരാളെ പൊക്കിയിട്ടുണ്ടല്ലോ, ഒരു യൂട്യൂബുകാരനെ. ഇങ്ങനെയുള്ള കുറേ ആൾക്കാർ ഇറങ്ങിയിട്ടുണ്ട്.
പത്രമാധ്യമ രംഗത്തിന് ചീത്തപ്പേരുണ്ടാക്കുന്ന ഇതുപോലത്തെ വൃത്തികെട്ട കുറേ ആളുകൾ ഇന്ന് കടന്നുകൂടിയിട്ടുണ്ട് സോഷ്യൽ മീഡിയയുടെ സൽപ്പേരില്ലാതാക്കാൻ. അങ്ങനെയുള്ളവരൊക്കെ ഈ രംഗത്തിന് അപമാനമാണ്, മാധ്യമ രംഗത്തിന് അപമാനമാണ്. അങ്ങനെയുള്ള ആൾക്കാരെയൊക്കെ പൊക്കിയാലൊന്നും മാധ്യമ സ്വാതന്ത്ര്യത്തിനെതിരൊന്നുമല്ല, അതൊക്കെ നല്ല കാര്യം തന്നെയാണ്. എന്തും വിളിച്ചു പറയാമെന്ന് കരുതുന്ന ചില ആൾക്കാർ പറഞ്ഞിട്ടുണ്ട്. അവർക്കൊന്നും കോൺഗ്രസ് പാർട്ടിയിൽ യാതൊരു ബന്ധവുമില്ല. അവരൊക്കെ സമൂഹത്തിൻ്റെ ശാപമാണ്. വാഴ്ത്തിപ്പാടുന്ന മാപ്രകളാണ് യഥാർത്ഥ മാധ്യമപ്രവർത്തകർ. കിങ്ങിണിക്കുട്ടൻ്റെ അഭിപ്രായത്തിൽ കൃത്യം രാവിലെ 9 മണിക്ക് കിങ്ങിണിക്കുട്ടൻ കുറിച്ച് കുറിയും തൊട്ട് ഖദറുമിട്ട് വരുമ്പോൾ ക്യാമറയുമായി കുഴിഞ്ഞു നിൽക്കുന്ന ആളുകളാണ് കിങ്ങിണിക്കുട്ടൻ്റെ അഭിപ്രായത്തിൽ നല്ല മാപ്രകൾ. കിങ്ങിണിക്കുട്ടൻ പറയുന്നത് വൃത്തിയായും വെടിപ്പായും കൊടുക്കുന്ന, എപ്പോഴും ഇവരെ സ്തുതി പാടുന്ന ആളുകളാണ്. അപ്രകാരമുള്ള ദൃശ്യ ശ്രവ്യ മാധ്യമങ്ങളാണ് ഇവരുടെ ഭാഷയിൽ മാധ്യമപ്രവർത്തകർ. ഞങ്ങളെപ്പോലെയുള്ള സോഷ്യൽ മീഡിയയിലെ മാധ്യമപ്രവർത്തകരെ ഇവന്മാർക്കൊക്കെ പറയുന്ന പരാമർശം നിങ്ങൾ കേട്ടോ? കാരണം ഇവൻ്റെ ഒന്നും ഉച്ചിഷ്ടം തിന്നുവാൻ ഞങ്ങളെങ്ങും പോയി നിൽക്കത്തില്ല. ഇവൻ്റെയൊക്കെ പ്രസ് മീറ്റിന് പോയി ഞങ്ങൾ ഇരുന്ന് കൊടുക്കത്തില്ല. ഇവൻ്റെയൊക്കെ കവർ മേടിക്കുവാൻ ഞങ്ങളാരും പോകത്തില്ല. ഇവൻ്റെയൊക്കെ മുഖത്ത് നോക്കി രാമനിലയത്തിലെ പഴയ ആ ഞരമ്പ് രോഗി എന്ന് വിളിക്കുവാനുള്ള ആർജവമുള്ള ആളുകളാണ് ഞങ്ങൾ. അത് അല്ല എന്ന് പറയുവാനുള്ള ആർജവം ഇവനില്ല. അതുകൊണ്ടാണ് ഇപ്രകാരമുള്ള കാര്യങ്ങൾ പറയുന്നത്. എപ്പോഴും കോൺഗ്രസ് പ്രസ്ഥാനത്തെ പ്രതിസന്ധിയിലാക്കിയ ആ തന്തയുടെ അഡ്രസ്സിൽ മാത്രം ഇപ്പോഴും ഈ പ്രസ്ഥാനത്തിൽ നിൽക്കുന്ന ഇവനൊക്കെയാണ് ഈ കോൺഗ്രസിൻ്റെ ശാപം എന്ന് നിങ്ങൾ മനസ്സിലാക്കണം. ഈ മുരളീധരൻ എവിടെ നിൽക്കുന്നു? രാഹുൽ മാങ്കൂട്ടത്തിൽ എവിടെ നിൽക്കുന്നു? ഇവന്മാർ ഇപ്പോൾ കടുത്ത പ്രതിസന്ധിയിലാണ്. കാരണം ഇവന്മാർ തന്നെ തുറന്നുവിട്ട ആ ഭൂതം ഇപ്പോൾ ഇവന്മാരെ തന്നെ ചുറ്റിയിരിക്കുകയാണ്. ഇവന്മാരോർത്തു രാഹുൽ മാങ്കൂട്ടത്തിനെതിരെ ഇപ്രകാരം ഒരു വ്യാജ പരാതി കൊടുപ്പിച്ച് അദ്ദേഹത്തെ ജയിലിലടച്ചു കഴിഞ്ഞാൽ ഇതെല്ലാം തീരുമെന്ന്. എന്നാൽ ഇവന്മാരെയെല്ലാം അമ്പരപ്പിച്ചുകൊണ്ട് ഇപ്പോഴും കേരളത്തിൽ ഏറ്റവും കൂടുതൽ ചർച്ച ചെയ്യപ്പെടുന്ന വിഷയമായി മാറി രാഹുൽ മാങ്കൂട്ടവുമായി ബന്ധപ്പെട്ട ഈ വിഷയം. അത് കാണിക്കുന്നത് രാഹുലിനെ ജനങ്ങൾ എത്രത്തോളം ഇഷ്ടപ്പെടുന്നു, എത്രത്തോളം അദ്ദേഹം സ്വീകാര്യനാണ്. അദ്ദേഹത്തിനെതിരെ ഇത്രയും ആരോപണങ്ങൾ ഉന്നയിക്കുമ്പോഴും, ഇത്രയും വൃത്തിഹീനമായ മ്ലേച്ഛകരമായ പദങ്ങൾ പ്രയോഗിക്കുമ്പോഴും, ആരോപണങ്ങൾ ഉന്നയിക്കുമ്പോൾ പോലും ഓരോ ദിവസവും അദ്ദേഹത്തോടുള്ള ജനങ്ങളുടെ ജനപ്രതീതിയും സ്നേഹവും വർദ്ധിച്ചു വരുന്നത് നമുക്ക് കാണാം. i2 ന്യൂസിലൂടെ ആയിരക്കണക്കിന് ആളുകളാണ് പ്രതികരിച്ചു കൊണ്ടിരിക്കുന്നത്. ഞങ്ങൾക്ക് കോളുകൾ എടുക്കുവാൻ പോലും നിർവാഹമില്ല. ഒരു കോൾ സെന്റർ തന്നെ തുടങ്ങിയാൽ പോലും ഹാൻഡിൽ ചെയ്യാൻ വയ്യാത്ത അത്ര കോളുകളാണ് ഞങ്ങൾക്ക് രാഹുലിനെ അനുകൂലിച്ചു കൊണ്ടുവരുന്നത്. അത് കാണിക്കുന്നത് ലോകമെമ്പാടുമുള്ള മലയാളികൾ നെഞ്ചിലേറ്റിയ ഒരു രാഷ്ട്രീയ നേതാവാണ് അദ്ദേഹം. ആ വളർന്നു വരുന്ന യുവനേതാവിനെ ഇല്ലാതാക്കുവാനുള്ള ഈ കോൺഗ്രസിലെ തന്നെ നേതാക്കന്മാരായ കേക്കച്ചൻ്റെയും അവൻ്റെ ശിങ്കടികളായ, അവനെ നമ്പി നിന്നാൽ എന്തെങ്കിലും ഇത്തവണ കിട്ടുമെന്ന് പ്രതീക്ഷിക്കുന്ന ഈ അഡ്രസ് ഇല്ലാത്ത ഈ പഴയ കിങ്ങിണിക്കുട്ടനെയും ആ പഴയ രാജ്മോഹൻ ഉണ്ണിത്താനെയും ഒക്കെ മുന്നിൽ നിർത്തി ഈ കേക്കച്ചൻ പിന്നാമ്പുറത്തിരുന്ന് ഇപ്പോൾ കാര്യങ്ങൾ നിയന്ത്രിക്കുകയാണ്. ഇവന്മാർ കരുതുന്നത് ഇതുപോലെയുള്ള ഈ വിക്രിയകൾ ചെയ്തു കഴിഞ്ഞാൽ രാഹുലിൻ്റെ വിലയുടെയും ജനമനസ്സിലുള്ള സ്ഥാനം പോകും എന്നാണ് കരുതുന്നത്. എന്നാൽ നോക്കുക, രാഹുലിനുമായി ബന്ധപ്പെട്ട രാഹുലിനെ സപ്പോർട്ട് ചെയ്യുന്നവർക്കെതിരെ എന്തെങ്കിലും പ്രശ്നമുണ്ടായാൽ പോലും, രാഹുൽ ഈശ്വർ വിഷയം പോലും ഇപ്പോൾ എത്ര ഹോട്ട് ന്യൂസാണ്, എത്ര ലക്ഷങ്ങൾ ആളുകളാണ് ഇപ്പോൾ കണ്ടുകൊണ്ടിരിക്കുന്നത് എന്നത് ഇതിൻ്റെ ഒരു ഉദാഹരണം മാത്രമാണ്. പ്രിയമുള്ളവരെ, ബഹുമാനപ്പെട്ട ജുഡീഷ്യൽ ഓഫീസേഴ്സ് മനസ്സിലാക്കേണ്ടുന്ന ഒരു കാര്യം, ഇതൊരു പൊളിറ്റിക്കൽ വെഞ്ചൻസ് ആണ്, ഒരു പൊളിറ്റിക്കൽ പകപോക്കലാണ്. ഇവിടുത്തെ നിയമ സംവിധാനങ്ങളെ നോക്കുകുത്തി ആക്കിക്കൊണ്ട് ഇവിടുത്തെ കള്ളപ്പണക്കാരന്മാരുടെ പണം കൊണ്ടുണ്ടാക്കിയ ഈ മാധ്യമ സിൻഡിക്കേറ്റുകൾ ചേർന്ന് ഇവിടെ മാധ്യമ വിചാരണ നടത്തുന്നു, ശിക്ഷ വിധിക്കുന്നു, ആളുകളെ വ്യക്തിഹത്യ ചെയ്ത് ഇല്ലാതാക്കുന്നു, സമൂഹത്തിൽ കലഹമുണ്ടാക്കുവാൻ ശ്രമിക്കുന്നു. ഇതിനൊരു അറുതി വരുത്തണം. ഈ വിഷയത്തിൽ ബഹുമാനപ്പെട്ട കോടതി ശക്തമായ ഇടപെടൽ നടത്തണം. ഈ കിങ്ങിണിക്കുട്ടൻ പറഞ്ഞതുപോലെ രാഷ്ട്രീയക്കാരന്മാരുടെ ചട്ടകമായി നിന്ന് ഇവർക്ക് വേണ്ടി വ്യാജ വാർത്തകൾ പടച്ചുവിടുന്ന ഈ മാധ്യമങ്ങളെ നിലക്ക് നിർത്തണം. ഇത്രയും മാധ്യമവേട്ട ഉണ്ടാകുവാൻ അനുവദിക്കരുത്. എന്നാൽ ഓർക്കുക, ഇരപരിവേഷം നൽകുക, അതിജീവിത എന്ന പേര് നൽകുക. ഒരു സ്ത്രീക്ക് ആ സ്ത്രീയോടുള്ള ബഹുമാനാർത്ഥം ഇവിടുത്തെ രാജ്യവും ഭരണഘടനയും
നിയമ സംവിധാനങ്ങളുമെല്ലാം നൽകുന്ന ആ പ്രിവിലേജ് ഉപയോഗിച്ചുകൊണ്ട് പുരുഷന്മാരെ വേട്ടയാടുന്ന, പുരുഷന് അവകാശമില്ല എന്ന് സ്ഥാപിക്കുന്ന, പുരുഷൻ എന്നും ഒരു വേട്ടമൃഗമാണ് എന്ന തരത്തിൽ അവനെ പിന്തുടർന്ന് വേട്ടയാക്കി ഇല്ലാതാക്കുവാൻ ശ്രമിക്കുന്ന ഈ നടപടികൾക്കെതിരെ ശക്തമായി തന്നെ നമ്മൾ പ്രതികരിക്കേണ്ടിയിരിക്കുന്നു. ഇവിടെ ഒരു പുരുഷ കമ്മീഷൻ വരേണ്ടിയിരിക്കുന്നു. രാഹുൽ ഉറച്ചു സംസാരിച്ചതും അതിനുവേണ്ടിയാണ്. അതിനുവേണ്ടി ശബ്ദം മുഴക്കിയ രാഹുൽ ഈശ്വരെ തന്നെയാണ് ഇപ്പോൾ മറ്റുള്ളവർ ഭയപ്പെടുവാൻ വേണ്ടി അദ്ദേഹത്തെ 14 ദിവസത്തേക്ക് റിമാൻഡ് ചെയ്ത് ഡിസംബർ 15 വരെ റിമാൻഡിലേക്ക് അയക്കുന്നത് എന്ന് നിങ്ങൾ മനസ്സിലാക്കണം. പ്രിയമുള്ളവരെ, ഇതുകൊണ്ടൊന്നും നമ്മൾ ഭയപ്പെടാൻ പാടില്ല, തളരാൻ പാടില്ല, പിന്നോട്ട് പോകാൻ പാടില്ല. കാര്യങ്ങൾ ഓരോ ദിവസം ചെല്ലുന്തോറും വളരെ വ്യക്തമായി കൃത്യമായി വന്നുകൊണ്ടിരിക്കുകയാണ്. രാഹുലിനെ ഇവന്മാർ എത്രത്തോളം ഭയപ്പെടുന്നുണ്ട് എന്നതിൻ്റെ ഏറ്റവും നല്ല നേർസാക്ഷ്യമാണ് രാഹുലിനെതിരെയുള്ള ഈ കള്ളക്കേസുകളും രാഹുലിനെ അനുകൂലിക്കുന്നവർക്കെതിരെ പോലും എടുക്കുന്ന ഈ കള്ളക്കേസുകളും. ഇതിൽ നിന്നും വ്യക്തമാണ് ഇവർ വല്ലാതെ ഭയപ്പെടുന്നു. ഇനിയും രാഹുൽ തിരികെ വന്നാൽ അത് ഇവന്മാർക്ക് താങ്ങാൻ പറ്റത്തില്ല എന്ന് വ്യക്തമായി അറിയാം. അതുകൊണ്ട് സകലരും ഒന്നിച്ചു നിർന്ന് അവരുടെ ആവനാഴിയിലെ സകല അമ്പുകളും എടുത്തുകൊണ്ടുള്ള ഒരു യുദ്ധമാണ് ഇപ്പോൾ നടത്തിക്കൊണ്ടിരിക്കുന്നത്. പക്ഷേ ഇതെല്ലാം വ്യാജമായ ആരോപണങ്ങളാണെന്നും ഒരു വ്യക്തിയെ ഇല്ലാതാക്കുവാനായിട്ടുള്ള ഒരു സംഘടിത ശ്രമമാണെന്നും നമ്മൾ മനസ്സിലാക്കണം. ഇവിടുത്തെ ഈ കള്ളപ്പണക്കാരന്മാരുടെ ആ കള്ളപ്പണം കൊണ്ടുണ്ടാക്കിയ ഈ മാധ്യമങ്ങൾ സംഘം ചേർന്ന് നമ്മളുടെ കാഴ്ചയെ മറയ്ക്കാൻ ശ്രമിക്കുകയാണെന്ന് യാഥാർത്ഥ്യം നിങ്ങൾ മനസ്സിലാക്കണം. അപ്രകാരമുള്ള ആ അവസ്ഥയിലാണ് ഞങ്ങളെപ്പോലെയുള്ളവർ നിന്ന് ശക്തമായി, ഞങ്ങൾക്ക് റിസോഴ്സസ് കുറവായിരിക്കാം, ഞങ്ങൾക്ക് ഈ കള്ളപ്പണക്കാരന്മാരുണ്ടാക്കിയ പ്രസ്ഥാനങ്ങളുടെ അത്രയും ഇൻഫ്രാസ്ട്രക്ചർ ഇല്ലായിരിക്കാം, പക്ഷേ കലർപ്പില്ലാത്ത, വിഷം പുരട്ടാത്ത സത്യസന്ധമായ വാർത്തകളാണ് ഞങ്ങൾ ജനങ്ങളുമായി പങ്കുവെക്കുന്നത്. ഇത് യാഥാർത്ഥ്യമാണ്. ഞങ്ങൾക്ക് ഇവന്മാരെ ഒന്നും ഭയപ്പെടേണ്ട ആവശ്യമില്ല. കാരണം ഇവന്മാരിൽ നിന്നും ഞങ്ങൾ ഒന്നും എക്സ്പെക്ട് ചെയ്യുന്നില്ല. ഞങ്ങൾക്ക് ഒരു ഉറപ്പ് നൽകാൻ പറ്റും, യാതൊരു കാരണവശാലും ഞങ്ങൾ വ്യാജ വാർത്തകൾ പടച്ചുവിടത്തില്ല. വ്യാജ വാർത്തകൾ പടച്ചുവിടുന്നവന്മാരെ ഞങ്ങൾ അനുകൂലിക്കില്ല. വ്യാജ ക്യാമ്പയിനുകളെയും ഞങ്ങൾ സപ്പോർട്ട് ചെയ്യില്ല. ഇതുവരെ കണ്ടിട്ടില്ലെങ്കിൽ പോലും, ഇതുവരെ സംസാരിച്ചിട്ടില്ലെങ്കിൽ പോലും രാഹുൽ മാങ്കൂട്ടത്തിന് വേണ്ടി ഈ മിഷൻ 250 അതിൻ്റെ 49ാം ദിനമായി ഇന്ന് ഇത്രയും പ്രതിസന്ധികൾ നിൽക്കുമ്പോൾ പോലും, ഇന്ന് വ്യക്തിപരമായി വളരെയേറെ ബുദ്ധിമുട്ടുണ്ടായിരുന്നു എങ്കിൽ പോലും ഈ രാത്രിയിൽ വന്നിരുന്ന് ഈ വിഷയത്തിനു വേണ്ടി ഞങ്ങൾ സംസാരിക്കുന്നത് മറ്റൊന്നും കൊണ്ടല്ല. ഇവിടെ നീതി പുലരണം, ഇവർക്ക് നീതി ലഭിക്കണം. ഈ വ്യാജന്മാരെല്ലാം സംഘം ചേർന്ന് വ്യക്തിഹത്യ ചെയ്ത് ഇല്ലായ്മ ചെയ്യുവാൻ ശ്രമിക്കുന്നതിനെതിരെ നമ്മൾ പോരാടണം. ഈ രാഷ്ട്രീയ കേരളത്തിൽ പ്രത്യേകിച്ച് ഈ കേക്കച്ചനും അദ്ദേഹം നേതൃത്വം കൊടുക്കുന്ന ഈ പ്രസ്ഥാനത്തിനും ഈ കെ മുരളീധരനെ പോലെയുള്ള വ്യഭിചാര കേസിൽ പിടിക്കപ്പെട്ട അടികൊണ്ട് നൂൽ ബന്ധമില്ലാതെ മഞ്ചേരി കോടതിയിൽ കുനിഞ്ഞിരുന്ന ആ രാജ്മോഹൻ ഉണ്ണിത്താൻ പോലുമാണ് ഇന്ന് കോൺഗ്രസിൻ്റെ വക്താവായിക്കൊണ്ട് രാഹുലിനെതിരെ പടപ്പുറപ്പാട് നടത്തുന്നത്, ആരോപണങ്ങൾ ഉന്നയിക്കുന്നത് എന്ന് നിങ്ങൾ മനസ്സിലാക്കണം. ഇവർക്ക് ശക്തമായ മറുപടി ഈ വരുന്ന തദ്ദേശ തെരഞ്ഞെടുപ്പിൽ നിങ്ങൾ നൽകണം. അതിനായി ചൂലല്ല, നമ്മുടെ ചൂണ്ടുവിരലാണ് ഉപയോഗിക്കേണ്ടത് എന്ന് നമ്മൾ ആവർത്തിച്ച് പറഞ്ഞുകൊണ്ടേയിരിക്കണം. ചൂലല്ല, ചൂണ്ടുവിരലാണ് ഇവന്മാരെ നമുക്ക് ഇല്ലാതാക്കുവാൻ ഉപയോഗിക്കേണ്ടത്. അതുകൊണ്ട് നിങ്ങളുടെ ഈ ചൂണ്ടുവിരൽ ഈ വരാൻ പോകുന്ന തദ്ദേശ തെരഞ്ഞെടുപ്പിൽ ഫലപ്രദമായി ഉപയോഗിക്കണം എന്ന് മാത്രം അഭ്യർത്ഥിച്ചുകൊണ്ടുന്നു. i2i News, an eye for truth. i2i News സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലാത്തവർ ഇപ്പോൾ തന്നെ സബ്സ്ക്രൈബ് ചെയ്യുക. നോട്ടിഫിക്കേഷൻ ലഭിക്കുവാൻ ബെൽ ബട്ടണും അമർത്തുക.